അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറിയതിൽ പിന്നെ ചെകുത്താനും കടലിനും നടുക്കുപെട്ട അവസ്ഥയിലാണ് യുക്രൈനും പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന് പ്രിയപ്പെട്ടയാളാണ്. പുടിനെ ഒരിക്കലും ട്രംപ് പിണക്കുകയുമില്ല. മറുവശത്ത് യുദ്ധക്കെടുതികളിൽ നിന്ന് മോചിതരാകാൻ അടുത്ത കാലത്തൊന്നും യുക്രൈൻ ആകുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയുടെ പിന്തുണയിലാണ് ഇത്രയും നാൾ യുക്രൈൻ പിടിച്ചു നിന്നതും പോരാടിയതും. എന്നാൽ ബൈഡൻ കാലത്തെ അമേരിക്കൻ നയമാകില്ല തന്റെ ഭരണത്തിലെന്ന് ട്രംപ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശവും ട്രംപ് നേരത്തെ തന്നെ നൽകിക്കഴിഞ്ഞു. എന്നാൽ യുദ്ധത്തിൽ നിന്നൂരി യുക്രൈനെ പുനർനിർമ്മിക്കാൻ സഹായിക്കണമെങ്കിൽ കൂടുതൽ കടുത്ത നിബന്ധനകളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യുക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ തങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം നൽകണമെന്ന് ആവശ്യപ്പെട്ടതായാണ് ഇതിൽ സുപ്രധാന വിവരം. ഇതിനു പുറമെ $500 ബില്യൺ, അതായത് 43 ലക്ഷം കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് മാധ്യമമായ ദി ടെലിഗ്രാഫ് ആണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന കരാറിന്റെ വിശദമായ രേഖ സെലൻസ്കിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധത്തോളം പോന്ന വലിയ ആശങ്കയും വിഭ്രാന്തിയുമാണ് ഇത് യുക്രൈനിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കരാർ അംഗീകരിച്ചാൽ യുക്രൈൻ അത് യുദ്ധത്തിലും വലിയ പൊല്ലാപ്പാകുമെന്ന് ഉറപ്പാണ്. രാജ്യത്തിന്റെ പ്രധാന പ്രകൃതി സമ്പത്തും വരുമാന സ്രോതസ്സുകളുമായ എണ്ണ, വാതക രംഗങ്ങളെല്ലാം അമേരിക്കൻ നിയന്ത്രണത്തിലായാൽ രാജ്യത്തിന്റെ നില ഊഹിക്കാവുന്നതിലും അപ്പുറത്താകും. ഫെബ്രുവരി 7-നാണ് പ്രിവിലേജ്ഡ് ആൻഡ് കോൺഫിഡൻഷ്യൽ എന്ന് രേഖപ്പെടുത്തിയ രഹസ്യരേഖ അമേരിക്ക യുക്രൈൻ ഭരണകൂടത്തിന് കൈമാറിയത്. കരാർ പ്രകാരം US-ഉം യുക്രൈനും ചേർന്നൊരു സംയുക്ത നിക്ഷേപ ഫണ്ട് രൂപീകരിച്ചായിരിക്കും രാജ്യത്തിന്റെ പുനർനിർമ്മാണം നടക്കുക. ഇതിന് പകരമായി യുക്രൈന്റെ ധാതു വിഭവങ്ങൾ, എണ്ണ, വാതക വിഭവങ്ങൾ, തുറമുഖങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ വലിയൊരു പങ്കും അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. ഇവയുടെ ഉത്ഖനനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 50% US-നാകും ഭാവിയിൽ ലഭിക്കുക. ഈ പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു കക്ഷികൾക്ക് നൽകുന്ന ലൈസൻസിന്റെയും കരാറിന്റെയും 50% അവർക്കാകും ലഭിക്കുക. കയറ്റുമതി ചെയ്യുന്ന ധാതുക്കൾ വിൽക്കുന്നത് തടയാനുള്ള അവകാശവും അമേരിക്കയ്ക്കുണ്ടാകും. യുക്രൈന്റെ ചരക്കുകളുടെയും വിഭവങ്ങളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം അവർക്കാകും. ഭാവിയിലെ പ്രൊജക്ടുകളുടെയും ലൈസൻസുകളുടെയും മാനദണ്ഡങ്ങളും രീതികളും നിബന്ധനകളുമെല്ലാം നിശ്ചയിക്കാനുള്ള സമ്പൂർണ്ണമായ അവകാശവും അമേരിക്കയ്ക്കുണ്ടാകുമെന്നാണ് കരാറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമുള്ള ബാധ്യതയായാണ് ഈ നിബന്ധനകളെല്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിക്കാനുള്ളതെല്ലാം അടച്ചു തീർത്ത ശേഷം നിങ്ങളുടെ മക്കളെ പോറ്റിയാൽ മതി എന്നതാണ് കരാറിലൂടെ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നയമെന്നാണ് ചർച്ചകളെക്കുറിച്ച് നേരിട്ട് വിവരമുള്ള ഒരു യുക്രൈൻ വൃത്തം ടെലിഗ്രാഫിനോട് പ്രതികരിച്ചത്. യുക്രൈന്റെ അപൂർവമായ ധാതു സമ്പത്തുകളിൽ അമേരിക്കയ്ക്ക് നേരിട്ട് അവകാശം നൽകാമെന്നൊരു ഓഫർ നേരത്തെ സെലൻസ്കി തന്നെ ട്രംപിന് മുന്നിൽ വെച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ വാഷിംഗ്ടണിലെ ട്രംപ് ടവറിൽ നേരിട്ട് ചെന്നായിരുന്നു ഇത്തരമൊരു ആശയം പങ്കുവച്ചത്. US കമ്പനികൾക്ക് യുക്രൈനിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുകയായിരുന്നു സെലൻസ്കി ലക്ഷ്യമിട്ടത്. എന്നാൽ ട്രംപ് കുറച്ചുകൂടി കടന്നാണ് ചിന്തിച്ചത്. അതാണിപ്പോൾ പുതിയ കരാറിൽ എത്തി നിൽക്കുന്നത്. ഇതിനിടെ യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം US റഷ്യൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച നടന്നിരുന്നു. യുക്രൈൻ പ്രതിനിധികളെ ആരും ക്ഷണിക്കാതെയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ചർച്ച നടന്നത്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ്, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയവരെല്ലാം ഇതിൽ പങ്കെടുത്തതായാണ് വിവരം. അതേസമയം ഇത്തരമൊരു കൂടിക്കാഴ്ചയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് സെലൻസ്കി പ്രതികരിച്ചത്. വിവരം ലഭിച്ചാലും പങ്കെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.